മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് അന്തിമ റിപ്പോർട്ട് നൽകും. ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലാണ് പഠനം നടന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് ആദ്യം റിപ്പോർട്ട് നൽകുക. വിശദാംശങ്ങളുമായി വയനാട് നിന്നും അനൂപ് നമ്മളോടൊപ്പം ചേരുകയാണ്. അനൂപ്, ഈ ഒരു മാസക്കാലമായിട്ടുള്ള ഒരു പഠനത്തിന് ശേഷമാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് അന്തിമ റിപ്പോർട്ട് നൽകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നൽകുവാൻ സാധിക്കുന്ന വിശദാംശങ്ങൾ? നാഷണൽ സെന്റർ ഫോർ എർത്ത് ആൻഡ് സ്റ്റഡീസിലെ മുൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജോൺ മത്തായി. ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 6 സംഘം തയ്യാറാക്കിയ വിദഗ്ധ പഠന റിപ്പോർട്ടാണ് ഇന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നത്. 3 തവണ സ്ഥലങ്ങൾ സന്ദർശിച്ചും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സാങ്കേതിക പഠനങ്ങളും നടപടിക്രമങ്ങളും എല്ലാം പൂർത്തിയാക്കിയുമാണ് വിദഗ്ധ സംഘം റിപ്പോർട്ട് ഇന്ന് നൽകുന്നത്. നേരത്തെ 18-ന് റിപ്പോർട്ട് നൽകാനായിരുന്നു തീരുമാനമെങ്കിലും ഓണാവധിയും മറ്റും കാരണം റിപ്പോർട്ട് ഇന്നാണ് ആവുന്നത്. റിപ്പോർട്ടിലെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ ഇവയാണ്. പാറയും മണ്ണും മണലുമെല്ലാം ഉൾപ്പെടെ 25 ലക്ഷം മീറ്റർ ക്യൂബ് വസ്തുക്കൾ ചൂരൽമലയിലേക്ക് ഒഴുകിയെത്തിയതെന്നാണ് ഈ വിദഗ്ധ സംഘം കണ്ടെത്തിയത്. അതിശക്തമായ മഴയിൽ പാളികളായ പാറയും മണ്ണും നിരങ്ങിയിറങ്ങിയതാണ് ഉരുൾപൊട്ടലിന്റെ കാരണമായി ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 2-3 ഇടങ്ങളിൽ അണക്കെട്ട് പോലെ ഡാമിംഗ് പ്രതിഭാസം എന്നാണ് ആ റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. 2-3 ഇടങ്ങളിൽ അണക്കെട്ട് പോലെ രൂപപ്പെടുകയും തുടർന്ന് അത് ശക്തമായ നീരൊഴുക്കിൽ പൊട്ടുകയും ചെയ്തിട്ട് ഈ ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ടുകളെല്ലാം സർക്കാരിന് നേരത്തെ സമർപ്പിച്ചതാണ്. ഇപ്പോഴാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി കണ്ടെത്തിയ സ്ഥലങ്ങളും ഈ സംഘത്തോട് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചുമതലപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലങ്ങളും സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ മേഖലയിലെ ഭാവി പ്രവർത്തനങ്ങളെല്ലാം ഈ റിപ്പോർട്ടിനെ കൂടി ആശ്രയിച്ചിട്ടുള്ളതാണ് എന്നതിനാൽ ഈ റിപ്പോർട്ട് വളരെ പ്രധാനമാണ്. ഈ റിപ്പോർട്ടായിരിക്കും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് പരിഗണിക്കുക. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ വരെ സംഘം ഇതുമായി ബന്ധപ്പെട്ട സന്ദർശനം നടത്തിയിരുന്നു. ചൂരൽമല മുതൽ സൂചിപ്പാറ വരെയുള്ള ഭാഗങ്ങളിൽ സുരക്ഷിതവും തുടർന്ന് അപകടങ്ങൾ ഉണ്ടായേക്കാവുന്ന മേഖലകൾ ഉൾപ്പെടെ ഈ സംഘം സന്ദർശിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉരുൾപൊട്ടൽ സംബന്ധിച്ച ഒരു ഉപദേശക സമിതി നിലവിലുണ്ട്. ആ ഉപദേശക സമിതിയും ഈ ദുരന്ത ഭൂമികൾ അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളെല്ലാം നേരത്തെ സന്ദർശിച്ചിരുന്നു. ഈ റിപ്പോർട്ട് ഈ പ്രത്യേകമായി ചുമതലപ്പെടുത്തി വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് ഈ ഉപദേശക സമിതിക്ക് മുമ്പാകെയാണ് സമർപ്പിക്കുക. അതിനുശേഷം ഈ ഉപദേശക സമിതി അംഗങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുക.